بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പഠനവേദിയിൽ സംഗമിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു നമ്മുടെ ഈ പഠനവേദിയുടെ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ ഈ പരിപാടി വീക്ഷിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, നമ്മുടെ ഈ പരിപാടിയിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നവർക്ക്, അതിന് വസിയത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹു അവന്റെ പ്രത്യേകമായ സ്നേഹത്തിന്റെ നോട്ടം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ മുഖങ്ങൾ ഒഴിവാക്കി ഇൻഷാ അല്ലാഹ് നേർക്കുനേർ ഒരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുകയും നല്ലവരാവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടുന്ന ഒരു വലിയ വഴി അള്ളാഹുവിന്റെ ദീൻ തന്നെ ഒരുക്കി തരുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സംസ്കാരം. നല്ല സ്വഭാവം ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പിന്നാലെ വളർന്നു വരുന്നവർക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറെക്കുറെ എല്ലാവരുടെയും രീതികൾ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിന് വ്യവസ്ഥാപിതമായ അവസരങ്ങൾ, ധാരാളം വഴികൾ മുന്നിലുള്ളപ്പോ മദ്രസ വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിട്ടാണോ ഇന്നും ക്രിമിനലുകളും അതുപോലെ തന്നെ പല കേസുകളിലും പിടികിട്ടാ പുള്ളികളായും പ്രഖ്യാപിക്കപ്പെട്ടോടത്തും വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുന്നിടത്തും ഒക്കെ ഒരു മുസ്ലിം നാമം നാം കാണുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ളതായ അവസ്ഥ എന്താണ്? എങ്ങനെ ഇത് സംഭവിക്കുന്നു? അതോടൊപ്പം തന്നെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന കുറെ ആളുകൾക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ സ്വർഗം കിട്ടാതെ പോകുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് പോകുന്നിടത്ത് സൽസ്വഭാവം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്, അത് നമുക്ക് ഉണ്ടെന്ന്. ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പുനഃപരിശോധിച്ചാൽ മാത്രമാണ് നാളത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ സമ്പാദിക്കുന്ന ഈ സമ്പാദ്യങ്ങൾ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് മദ്രസ തലങ്ങളിൽ ഒരിക്കലും ഒഴിവാകാത്ത ഒരു സബ്ജക്റ്റാണ് അഖ്ലാഖ് എന്നുള്ളത്. ഫിഖ്ഹ് അതുപോലെയുള്ള മറ്റു അനുബന്ധമായിട്ടുള്ളതായ വിഷയങ്ങൾ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെങ്കിൽ 10 വർഷമോ 12 വർഷമോ മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ കരിയറിൽ ഒഴിവാവാത്ത ഒരു സബ്ജക്റ്റ് അഖ്ലാഖാണ്. സ്വഭാവങ്ങൾ പഠിപ്പിക്കണം. ഒരുപാട് സ്വഭാവങ്ങൾ അവൻ കാണുകയും കേൾക്കുകയും പഠിക്കുകയും അവന്റെ അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അനുകരിക്കുകയും സമൂഹത്തിൽ നിന്നും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വലിയ പാഠശാല തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടും മനുഷ്യനിൽ സ്വഭാവം നന്നാവുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. നമ്മൾ കാണാറുണ്ട്, കുറെ ആളുകൾ നല്ല ഇബാദത്ത് ഉണ്ടാവും, ഒരുപാട് നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ മനസ്സ് കൊള്ളില്ല, അവരുടെ ചിന്താഗതി മോശമായിരിക്കും. അവർ സുബഹിക്കൊക്കെ വളരെ നേരത്തെ എഴുന്നേൽക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും, ഒരുപാട് ദിക്റുകളൊക്കെ ചൊല്ലുന്നവരായിരിക്കും, ഖുർആൻ എപ്പോഴും കയ്യിലുണ്ടാവും, പക്ഷെ അവരെ കുറിച്ച് നല്ല അഭിപ്രായം ജനങ്ങൾക്കില്ലാത്തൊരവസ്ഥ. അവർ നല്ലവരല്ല എന്ന് പറയുന്ന രീതിയിൽ അവരെ കുറിച്ച് സമൂഹം വിലയിരുത്തപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ഒന്ന് നമ്മെ കുറിച്ച് ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഒന്നും നമുക്ക് ഉപകാരപ്പെടൂല. നമുക്കത് സംബന്ധമായിട്ട് ചില ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വീകാര്യയോഗ്യമായ അമല് ചെയ്ത മഹാനാണല്ലോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ നീര് തളം കെട്ടും വിധം അവിടുന്ന് നിസ്കരിച്ച അവസ്ഥയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്.
ലോകത്ത് ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്നതിലേക്ക് ഇതുപോലെ ഇറങ്ങിത്തിരിച്ച ഒരു നബിയെ നമുക്ക് കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ അതുപോലെ വേദഗ്രന്ഥങ്ങളോട് നീതി പുലർത്തിയ ഒരു വ്യക്തിത്വത്തെ കണ്ടെത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമേ ഉള്ളൂ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് തന്നെ കാണാം. ഇമാം ബുഖാരി സ്വഹീഹുൽ ഉദ്ധരിക്കുന്നു, സ്വഹാബികൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചത് വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻസഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ എന്നാണ്. ഉഷസിന്റെ ഉദയനേരത്ത്, അതായത് സുബഹിയുടെ മുന്ന് തഹജ്ജുദിന്റെ നേരത്ത് പരിശുദ്ധമായ ഖുർആൻ തനിച്ചിരുന്ന് പാരായണം ചെയ്യുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ നീര് തളം കെട്ടും വിധം നിസ്കരിച്ചു. തഹജ്ജുദിന്റെ നേരത്ത് ആരും കേൾക്കാതെ തനിച്ചിരുന്ന് ഖുർആൻ പാരായണത്തിൽ ആസ്വദിച്ചു. ഇങ്ങനെ എല്ലാ നന്മകളും, ദാനധർമ്മം, വിറക് കെട്ട് ചുമക്കാൻ കഴിയാത്ത ഉമ്മയെ സഹായിക്കാൻ, സ്വന്തം ശിരസിലേക്ക് ഭാരമേറിയ വിറക് കെട്ട് വെച്ചു കൊടുക്കാൻ കുനിഞ്ഞുകൊടുത്ത മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാമൂഹിക സേവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധിയിലും എല്ലാം ഒന്നാമത് നിൽക്കുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ ക്വാളിറ്റിയാണ് അവിടുത്തെ ലോകത്ത് ഇത്രയും വലിയ പ്രകീർത്തനത്തിലേക്ക് എത്തിച്ചത്. അള്ളാഹു പ്രകീർത്തിച്ചിട്ടുണ്ട് ആ ക്വാളിറ്റിയെ കുറിച്ച്. ഇതുപോലത്തെ ഒരു ക്വാളിറ്റി നമുക്ക് വേണം. നമ്മുടെ ഇബാദത്തിന്റെ കൂടെ, നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കൂടെ, നമ്മുടെ സാംസ്കാരികമായ പ്രവർത്തനങ്ങളുടെ കൂടെ, നമ്മുടെ രാഷ്ട്രീയ മേഖലകളുടെ കൂടെ, നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ കൂടെ, നമ്മുടെ ദാനധർമ്മങ്ങളുടെ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട വലിയ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയാണ് ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് പരിശുദ്ധ ഖുർആൻ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞ ഒരു വാക്കാണ്. അങ്ങ് ഏറ്റവും വലിയ മഹത്വരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങയെപ്പോലെ സ്വഭാവം നല്ല ഒരു പടപ്പ് വേറെ വന്നിട്ടില്ല. അത്രയും നല്ല സ്വഭാവമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്ന് പറഞ്ഞത് ഒരു സാധാരണ വർത്താനല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിത്തഭ്രമമാണെന്ന് പറഞ്ഞ് ഖുറൈശികൾ പ്രചരിപ്പിച്ചു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ മഹലിൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കുറിച്ച് അയാൾക്ക് മാനസിക രോഗാണെന്ന് ഒരു പ്രചരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ജനങ്ങൾ കാണുന്നത് ആ അർത്ഥത്തിലാണ്. അയാൾക്ക് വലിയ PhDയോ അല്ലെങ്കിൽ വലിയ വലിയ ബിരുദങ്ങളോ, അയാള് വലിയ സമൂഹത്തിൽ അറിയപ്പെട്ട ആളോ ആണെങ്കിൽ പോലും അയാളെ ജനങ്ങൾ കാണുന്നത് നിസ്സാരമായ ഒരു അവസ്ഥയിലായിരിക്കും. കാരണം അയാൾക്ക് ചിത്തഭ്രമമുണ്ട്, ഭ്രാന്തുണ്ട് എന്ന് സമൂഹത്തിൽ പ്രചരിക്കപ്പെട്ടു പോയി. സമൂഹത്തിൽ ഭ്രാന്തുണ്ടെന്ന് പ്രചരിക്കപ്പെട്ടു പോയാൽ വല്ലാത്ത വിഷമമുണ്ടാവും. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ നബിമാർക്ക് ഒരിക്കലും അള്ളാഹു കൊടുക്കൂല എന്ന് തീർച്ചപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് ഭ്രാന്ത് എന്നുള്ളത്. നബിമാർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഭ്രാന്ത്, കുഷ്ഠം, വെള്ളപ്പാണ്ട്. ഈ മൂന്നവസ്ഥയും ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഉണ്ടാവാൻ പാടില്ലാത്തത് എന്ന് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട കാര്യം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടെന്ന് ഒരു സമൂഹം അങ്ങ് പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമാണ് പിറന്ന മണ്ണിൽ അങ്ങനത്തെ ഒരു പ്രചരണത്തിന് തലവെച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ അവിടുന്ന് മനസ്സ് വിഷമിക്കും, വല്ലാതെ വിഷമിച്ചു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ മക്കയിൽ അവതരിച്ച അധ്യായം സൂറത്തുൽ ഖലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം ഫസതുബ്സിറു വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ. സൂറത്തുൽ ഖലമിന്റെ ആയത്തുകളാണിത്. അള്ളാഹുവിന്റെ ഹബീബേ,
അങ്ങയെക്കുറിച്ച് ചിത്തഭ്രമമുണ്ടെന്ന് പ്രചരിപ്പിച്ച സമൂഹത്തിന്റെ മുന്നിൽ അങ്ങയെക്കുറിച്ച് പറയട്ടെ. മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും അങ്ങേക്ക് ചിത്തഭ്രമമില്ല നബിയെ. അല്ലാഹ് പറഞ്ഞതാണത്. അവര് പറയട്ടെ, അങ്ങേക്ക് ചിത്തഭ്രമമില്ലെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞു വഇന്നലക ലഅജ്റൻ ഗൈറ മംനൂൻ. അങ്ങയെക്കുറിച്ച് കുപ്രചരണം നടത്തിയതിന്റെ പേരിൽ അങ്ങേക്ക് വലിയ പ്രതിഫലത്തിന്റെ പ്രവാഹമുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾക്ക് സമാധാനമായി കുപ്രചരണം നടത്തിയത് മോശമായ ഒരു കാര്യത്തെക്കുറിച്ചായതുകൊണ്ട് മനസ്സ് വല്ലാതെ വിഷമിപ്പിച്ചപ്പോ അള്ളാഹു ഇനി സന്തോഷിപ്പിച്ചു. അതിനപ്പുറത്തേക്ക് വീണ്ടും സന്തോഷിപ്പിക്കുകയാണ്. അങ്ങ് മഹത്വരമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അള്ളാഹു ഏറ്റവും വലിയ പ്രകീർത്തനം കൊണ്ടുവന്നു. ഈ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹാദാ അഅ്ലമു മദ്ഹിൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹ് ഈ ആയത്താണ്. എന്താ ഈ ആയത്ത് പറഞ്ഞത്? ആ ആയത്ത് പറഞ്ഞ, ആ ആയത്ത് ലക്ഷ്യം വെച്ച, ആ ആയത്ത് നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്ത അന്തസത്തയിലേക്ക് നമ്മുടെ ജീവിതം എത്തണം. അവിടെയാണ് നമ്മൾ വിജയിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയത്തിന്റെ ഉദ്ദേശം ഇതാണ്: നല്ല സ്വഭാവമുള്ളവനാവണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ അനുകരിക്കണം. അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ സ്വഭാവമായിട്ടില്ല. നമുക്ക് കുറെ ഇബാദത്തുകൾ ഉണ്ടാവാം, നമുക്ക് കുറെ നല്ല പേരുകൾ ഉണ്ടാവാം, പക്ഷെ നമുക്ക് ഖുർആൻ ഇബാദത്താവണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യായിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, സഅല റജുലുൻ റസൂലുള്ളാഹി, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച്. അവിടുന്ന് ആയിഷ ബീവി പറഞ്ഞു റളിയല്ലാഹു അൻഹ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുൽ ഖുർആന. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുൽ ഖുർആൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എങ്ങനെ സ്വഭാവമാവാ? ഖുർആൻ സ്വഭാവമാവുമ്പോഴേ സൽസ്വഭാവമാവാന്ന് പറയാം. ഖുർആൻ സ്വഭാവമാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇതേ ചോദ്യം നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ സ്വഭാവമാകുന്നത് എങ്ങനെ നബിയെ? അൻ ഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവത്തെ കുറിച്ച് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചു. ഫത്തല, ആ മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. സൂറത്തുൽ അഅറാഫിന്റെ 199 ആയത്ത് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ലളിതമായ ഭാഷയിലാണ് സൽസ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്നറിയോ? 2-3 കാര്യങ്ങളുള്ളൂ. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. സൽസ്വഭാവം ഉണ്ടെങ്കിൽ കിട്ടുന്ന നേട്ടങ്ങൾ താഴെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ അഅറാഫിന്റെ 199 ആയത്ത് മനുഷ്യന്റെ മുന്നിൽ ഓതി. 3 കാര്യങ്ങളാണ് ഇവിടെ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ആയത്ത് ഓതി പറഞ്ഞതിന്റെ ശേഷം അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. അങ്ങനെ 6 കാര്യങ്ങൾ കൊണ്ടാണ് സൽസ്വഭാവത്തെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചത്. കേട്ടോ, ഈ 6 കാര്യം നമുക്കുണ്ടാവണം. ഈ 6 കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഖുർആൻ കൊണ്ട് വിജയിച്ചവരാ നമ്മൾ. ഈ 6 കാര്യങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് വലിയ ഭാരമുണ്ട് മീസാനിൽ. ഒന്നാമത്തേത് ഖുർആന്റെ ആയത്തിൽ തന്നെ വിട്ടുവീഴ്ച നമുക്ക് ഉണ്ടാവണം. വിട്ടുവീഴ്ച, എല്ലാത്തിനും കടുംപിടുത്തം പാടില്ല. എല്ലാത്തിനും കടുംപിടുത്തം പാടില്ല. ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് നമുക്ക് വേണം. അള്ളാഹുടെ മാർഗത്തിൽ, പടച്ചോന്റെ മാർഗത്തിൽ ഞാനിത് വിട്ടു, അള്ളാഹുടെ മാർഗത്തിൽ ഞാനത് പുറത്തു കൊടുത്തു. അങ്ങനെ ഫീ സബീലില്ലാഹ്, അള്ളാഹുടെ മാർഗത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. ആ ബോക്സിൽ ഇടണം ഫീ സബീലില്ലാഹ്. എന്നാൽ നാളെ കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തേത് വിട്ടുവീഴ്ച. രണ്ടാമത്തേത് നല്ലത് പറഞ്ഞു കൊടുക്കണം. നല്ലത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ലത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവണം. ഉള്ളതിനോട് കൂടെ മറ്റൊരാളോട് പറഞ്ഞാൽ അത് ഫലിക്കും. അപ്പൊ നന്മ ഉണ്ടാവലിന്റെ കൂടെ അത് പറഞ്ഞു കൊടുക്കുകയും വേണം.
അതങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അതങ്ങനെ ചെയ്യണോട്ടോ. എന്താ നിന്നെ നിസ്കരിക്കാൻ കാണാത്തത്, എന്താ നീ പള്ളിയിൽ വരാത്തത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ പള്ളിയിൽ പോകുന്ന ശീലം ഉണ്ടാവണം. നമ്മളത് ചോദിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു സ്വഭാവം ഉണ്ട്, അവൻ വല്ലയിടത്തിനും പോട്ടെ, അവന്റെ കാര്യം ഇപ്പം നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ല, നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ നമുക്കുണ്ട്. അതും നമ്മൾ അന്വേഷിക്കേണ്ട, അവര് വരാതിരിക്കോ. ഈ ബാങ്കിൽ പോയി ആ പലിശയുടെ ഇടപാട് നടത്തിയിട്ട് തെറ്റല്ലേക്ക എന്ന് ചോദിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചിലര് ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ പടമൊക്കെ വാട്സാപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ ആക്കും. ആദ്യമായിട്ടായിരിക്കും നമ്മളോടുള്ള മെസ്സേജും അയക്കാം. അപ്പൊ ഞാൻ വെറുതെ ചോദിക്കും, ഇത് അന്യര് കാണല്ലേ എന്ന് ചോദിക്കും. അത് ഒഴിവാക്കിക്കൂടെ? ഇത് ഒഴിവാക്കലാണ് നല്ലത്. നിങ്ങളുടെ അവകാശത്തിൽ കയറി സംസാരിക്കുന്നു, എന്നാലും ഒഴിവാക്കലല്ലേ നല്ലത്. കാരണം ഇത് കാണുമ്പോൾ ധാർമ്മികമായി നമ്മെ ചാറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മോട് ചാറ്റ് ചെയ്യൽ വഴി അയാളുമായി നമുക്കും നമ്മളുമായി അയാൾക്കും ഒരു സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു എൻട്രി അവിടെ വന്നു കഴിഞ്ഞു. വഅ്മുർ ബിൽ മഅറൂഫി, നന്മ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നല്ലത് ചെയ്യാൻ അവരോട് പറയണം. ഇത് അവരുടെ കാര്യമല്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ഒഴിഞ്ഞു പോവല്ല വേണ്ടത്. ഖുർആൻ പറഞ്ഞ സൽ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പടച്ചോന്റെ മാർഗത്തിൽ വിട്ടുവീഴ്ച, രണ്ടാമത്തെ ഭാഗം നല്ലത് കൽപ്പിക്കുക, മൂന്നാമത്തേത് ചീത്ത കണ്ടാൽ ചെയ്യരുത് എന്ന് പറയണം. അത് പറയാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണം. ഇത് പറഞ്ഞു കൊടുത്തിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്വഹാബിയോട് പറഞ്ഞു, ഇനിയും പറയാനുണ്ട് മോനെ, അന്തസിലമൻ ഖതഅക, നിന്നോട് ബന്ധം ഉപേക്ഷിച്ച് പോയവനോട് നീ ബന്ധം ചേർക്ക, നിന്നോട് പിണക്കം നടിച്ച് നടക്കുന്നവനോട് നീ പിണക്കം ഒഴിവാക്കി നടക്ക. അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറയാ. കെട്ടിക്കേറി മിണ്ടാൻ പോയി നാണം കിട്ടൂ എന്നുള്ള ഒരു വിഷമം വേണ്ട. നീ നിന്റെ വഴക്ക് മാറ്റിക്കോ. ഇങ്ങോട്ട് മിണ്ടാത്തതിന് നീ അതൊരു വഴക്കായിട്ട് കാണണ്ട. അവരുടെ പരിമിതി, അവരുടെ വിവരമില്ലായ്മ അങ്ങനെ കണ്ടാ മതി. നീ അങ്ങോട്ട് മിണ്ടിക്കോ. പിന്നെയോ വത്തുഴുത്തിയമൻ ഹറാമക്ക, മുമ്പ് ഒരിക്കൽ ഇതുപോലത്തെ അവസരത്തിൽ നിനക്ക് തരാതിരുന്നവന് നിന്റെ കയ്യിൽ ഒരു അവസരം കിട്ടുമ്പോ നീ കൊടുക്കാതിരിക്കണ്ട. നിനക്ക് തടഞ്ഞവന് നീ കൊടുത്തോ. ഇത് നമ്മൾ ചെയ്യാറില്ല. നിനക്ക് ഇങ്ങോട്ട് മുമ്പ് തരാതിരുന്നവന് നീ പകരം അതുപോലൊരവസരം കിട്ടിയപ്പോ കൊടുക്കാതിരിക്കണ്ട, നീ കൊടുത്തോ. അതാണ് പിന്നെ പറഞ്ഞത്. ആറാമത് പറഞ്ഞു, വതഅഫു അമ്മൻ സലമക, നിന്നെ വേദനിപ്പിച്ചവനോട് നീ മാപ്പ് കൊടുത്തോ. വേദനിപ്പിച്ചവനോട് മാപ്പ് കൊടുത്ത പാരമ്പര്യം സൽസ്വഭാവത്തിന്റെ ലക്ഷണമായി നാം പറയുമ്പോൾ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരന്മാർക്ക് പൊതുമാപ്പ് കൊടുത്ത കഥ ഖുർആനിലുണ്ട്. മക്കം ഫതഹിന് എല്ലാവർക്കും, ഖുറൈശികൾക്കും മക്കയിൽ ജീവിച്ച മുത്തനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും വിഷമിപ്പിച്ച സർവ്വ ഖുറൈശികൾക്കും അതുപോലെ തന്നെ ക്രൂരന്മാരായ അറബികൾക്കും പൊതുമാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ വിഷമിപ്പിച്ച വേദനിപ്പിച്ച ആളുകളോട് മാപ്പ് കൊടുക്കുക എന്നതാണ് ഈ 6 കാര്യങ്ങൾ. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കാം. രണ്ടാമത്തേത് നന്മ കൽപ്പിക്കുക. മൂന്നാമത്തേത് തിന്മ വിരോധിക്കുക. നാലാമത്തേത് നമ്മളോട് ബന്ധം മുറിച്ചു പോകുന്നവരോട് നമ്മൾ ബന്ധം ചേർക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തേത് നമുക്ക് മുമ്പൊരവസരത്തിൽ തരാതിരുന്നവന് അതേ അവസരം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ പകരം വിട്ടാതെ ഇങ്ങോട്ട് നമുക്ക് തടഞ്ഞവന് അങ്ങോട്ട് നമ്മൾ കൊടുക്കുക. ആറാമത്തേത് നമ്മളെ ഉപദ്രവിച്ചവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. ഈ 6 കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന്റെ സർവ്വ നന്മകളും പൂർത്തിയായി, സൽ സ്വഭാവം പൂർത്തിയായി. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ നിയോഗിച്ചിരിക്കുന്നത് സ്വഹാബിയോട് പറയാണ്, എന്നെ നിയോഗിച്ചിരിക്കുന്നത് സർവ്വ നല്ല കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം പൂർണ്ണമായ മഹാനാണ്. ഫഹുവല്ലദീ തമ്മമഅഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
അക്ഷരത്തിലും അർത്ഥത്തിലും പൂർണ്ണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഈ പറഞ്ഞ 6 നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനമായി, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നിസ്കാരം, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സദഖ, അത് 100 രൂപയാണെങ്കിൽ എത്രയോ ഇരട്ടിയായിരിക്കും അതിന്റെ ഭാരമെന്നറിയുമോ? നമ്മൾ നിസ്കരിച്ചത് 4 റക്അത്താണ് എങ്കിൽ എത്രയോ ഇരട്ടി ഭാരമാണ് മീസാനിൽ. നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾക്ക് ഇത്ര വലിപ്പമാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നാൽ വിദ്വേഷവും പകയും ഉള്ളിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പിണങ്ങിയവനോട് അങ്ങോട്ട് മാപ്പ് കൊടുത്ത് എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ അവനോടുള്ള പിണക്കത്തെ അങ്ങ് മറക്കാണ്, എന്നെ അവൻ ഉപദ്രവിച്ചതങ്ങ് മറക്കാണ്, എന്റെ റബ്ബിന് വേണ്ടിയിട്ട് എന്റെ റബ്ബിന് ഇഷ്ടം അങ്ങനെ മറക്കലാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ അങ്ങ് വിട്ടുവീഴ്ച ചെയ്താൽ അടുത്ത വഖത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന ളുഹർ നിസ്കാരം ഇന്നലെ നിസ്കരിച്ച ളുഹറിന്റെ പോലെയല്ല. അല്ലാഹുവിന്റെ ഹബീബ പഠിപ്പിച്ചത് അസ്ഖലു മാ യുളഉ ഫിൽ മീസാനി ഖുലുഖുൽ ഹസൻ ഖുലുഖുൻ ഹസനുൻ. ഒരാൾ ചെയ്യുന്ന നന്മയ്ക്ക് അല്ലാഹു ഭാരം കൊടുക്കും മീസാനിൽ. എപ്പോഴാണ്? അവന്റെ സ്വഭാവത്തിൽ നല്ലത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവന്റെ സ്വഭാവത്തിൽ നല്ലത് വന്നാൽ നമ്മുടെ ജീവിതം മുഴുവനും ചിലപ്പോ പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും, നമ്മെ കുറിച്ച് കുറ്റം ചാരി പറയുന്നത് കേൾക്കേണ്ടി വരും, നമ്മെ കുത്തുവാക്ക് പറയുന്നത് അനുഭവിക്കേണ്ടി വരും. എന്നാലും അള്ളാഹുടെ മാർഗത്തിൽ എന്റെ റബ്ബ് എനിക്ക് കൂലി തരും, എന്റെ റബ്ബ് ഈ ക്ഷമിക്കുന്നതിന് എന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കടിച്ചമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്പം നിസ്കരിച്ച ഇശാനിസ്കാരത്തിന് വലിയ ഭാരാണ്. നമ്മളപ്പ ഒരു പ്രാവശ്യം പറഞ്ഞ സുബ്ഹാനല്ലാഹ് വലിയ ഭാരമാണ് മീസാനിൽ. അല്ലാഹുവേ, നമ്മൾ ഒരാളുടെ മുന്നിൽ ഒന്ന് ചെറുതായി എന്ന് തോന്നൽ വന്ന അത് നമ്മെ കിബറിലേക്ക് എത്തിക്കരുത്. അത് പടച്ചോൻ അതിനെ നമുക്ക് വലുതാക്കി തരും. മൻ തവാലഅ റഫഅഹുല്ലാഹ്. ഒരു സ്ഥലത്ത് നമ്മൾ നിലവാരം സൂക്ഷിക്കാൻ വേണ്ടി വർത്താനം പറയായിരുന്നു നമുക്ക് ന്യായം നമ്മുടെ ഭാഗത്ത്. പക്ഷെ നിലവാരം സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ അവിടെ മിണ്ടാതിരുന്നാൽ ദുനിയാവിലെ നഷ്ടം അതൊരു നഷ്ടമായി കാണല്ലേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പകരം അല്ലാഹു വേറെ തരും. അതോടൊപ്പം നമുക്ക് അങ്ങനെ മനസ്സിനൊരു വിഷമം ഉണ്ടായി, പടച്ചോനെ ഞാനൊന്ന് നാണം കിട്ടും, എന്നാലും നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ അല്ലാഹ്, ഞാൻ നല്ല സ്വഭാവക്കാരനായിട്ട് അവിടെ നിന്നു. ഈ വിഷമമുള്ള ആള് പോയിട്ട് ഒന്ന് നിസ്കരിച്ചാൽ, ആ വിഷമമുള്ള ആള് ഒരു സലാത്ത് ഇല്ല, ആ വിഷമമുള്ള ആളൊന്ന് ഖുർആൻ ഓതിയ, അവൻ ആ വിഷമം ഇല്ലാത്തപ്പോ ചെയ്യുന്നതിനേക്കാളും ഭാരമാണ് അസ്ഖലു മാ യുളഉ ഫിൽ മീസാനി ഹുസ്നുൽ ഖുലുഖുൻ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഭാരമായിരിക്കും ആ നേരത്തെ. നല്ല സ്വഭാവക്കാരന്റെ ഇബാദത്ത് കുറച്ചു മതി, അതിന് നല്ല ഭാരമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു, ഒരിക്കൽ ഒരു സഹാബി നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഫുലാനതൻ തസൂമുൻ നഹാറ വ തഖൂമുൽ ലൈല. പകൽ മുഴുവൻ നോമ്പുള്ള ഒരു പെണ്ണ്, രാത്രി മുഴുവനും നിസ്കരിച്ച് ഹയാത്താക്കുന്ന പെണ്ണ്. ഈ പെണ്ണിനെ കുറിച്ച് മുത്ത് നബിയോട് ഒരു സഹാബി പറഞ്ഞു, നബിയേ വഹിയ സയ്യിഅത്തുൽ ഖുലുഖി. പക്ഷേ എത്ര നിസ്കരിച്ചിട്ടും ആലോചിക്കണം, എല്ലാ ദിവസവും പകലിൽ നോമ്പ്, എല്ലാ ദിവസവും രാത്രി മുഴുവനും നിസ്കാരം, പക്ഷേ അവളുടെ സ്വഭാവം മോശമാണ്. അയൽവാസിയോട് നാവ് കൊണ്ട് മോശമായതൊക്കെ പറയുന്നു, അയൽവാസിയെ നാവ് കൊണ്ട് വിഷമിപ്പിക്കുന്നു. ദിക്ർ ചൊല്ലുന്ന നാവായിരിക്കും. റസൂലുള്ളാഹി പറയുന്നു, ലാ ഖൈറ ഫീഹാ. അവള് ചെയ്യുന്ന നന്മ കൊണ്ട് ഗുണമില്ല, അവള് ചെയ്യുന്ന നന്മ കൊണ്ട് ഗുണമില്ല. എത്ര ഇബാദത്ത് ചെയ്തു, പകല് മുഴുവനും നോമ്പ്, രാത്രി മുഴുവനും നിസ്കാരം. ആ പെണ്ണ് നാവ് കൊണ്ട് അയൽവാസിയെ വിഷമിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവളുടെ നന്മ കൊണ്ട് ഗുണമില്ല. അവളാവട്ടെ ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിനുള്ളതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അവസ്ഥ. അപ്പൊ നല്ല സ്വഭാവം ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങൾ ഇബാദത്തിന് ഭാരം കൂട്ടുന്ന 6 കാര്യങ്ങളാണ്.
ഇബാദത്തിന് വലിപ്പം കൂട്ടുന്ന, ഇബാദത്തിന് കൂലി കൂടുതൽ കിട്ടുന്ന 6 കാര്യങ്ങൾ. ഇബാദത്തുകൾക്ക്, ചെറിയ ഇബാദത്തുകൾക്ക് വലിയ കൂലി കിട്ടുന്ന 6 കാര്യങ്ങൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ ഇമാം ഗസാലി തന്നെ രേഖപ്പെടുത്തുന്നു, ഇന്നൽ അബ്ദ ലയബ്ലഗു ബിഹുസ്നി ഖുലുഖിഹി അഅലാ ദറജത്തിൻ ഫിൽ ജന്ന വഹുവ ഗൈറു ആബിദ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെ കാണാം. ആ മനുഷ്യൻ ഭൂമിയിലെ വലിയ ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അയാള് വലിയ പദവിയിലായിരിക്കും. ഭൂമിയിലാവട്ടെ അയാൾ വലിയ ഇബാദത്തുള്ള ആളല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നോടത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി അവിടുന്ന് ഉദ്ധരിച്ച് പറയുകയാണ്, അയാളുടെ സ്വഭാവം നല്ലതായിരുന്നു, നല്ല സ്വഭാവക്കാരനായതുകൊണ്ട് കുറച്ച് അമല ചെയ്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 6ൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്വഭാവം, നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച 3 കാര്യവും അതിനോട് ചേർത്ത് അവിടുന്ന് പഠിപ്പിച്ച പിന്നെ പറഞ്ഞ 3 കാര്യങ്ങളും. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, പടച്ചോന്റെ മാർഗത്തിൽ ഫീ സബീലില്ല ഒരു വിട്ടുവീഴ്ച ഒന്നത്. രണ്ടാമത്തെ നന്മ കൽപ്പിക്കുക. മൂന്നാമത്തെ തിന്മ തടയുക. പിന്നെ പറഞ്ഞത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തിയ 3 കാര്യങ്ങളാണ്. നാലാമത്തേത് നിന്നോട് ബന്ധം മുറിച്ചു പോകുന്നവരോട് നീയായിട്ട് ബന്ധം സ്ഥാപിക്കാം. അഞ്ചാമത്തേത് നിനക്ക് തരാതിരുന്നവന്, നിനക്ക് തടഞ്ഞവന് നിന്റെ കൈ കിട്ടിയപ്പോ നീ കൊടുക്കാതിരിക്കരുത്, നീ കൊടുക്കണം. ആറാമത്തേത് നിന്നെ വേദനിപ്പിച്ചവനോട് നീ മാപ്പ് കൊടുക്കാം. ഈ 6 സ്വഭാവത്തിൽ അടിസ്ഥാനപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ സൽ സ്വഭാവങ്ങളും നമുക്ക് വേണം. അടിസ്ഥാനപരമായി 6 എണ്ണം ഉണ്ടാവണം. ഇങ്ങനെ 6 എണ്ണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി. അവൻ വലിയ നന്മയൊന്നും ചെയ്തില്ല, പക്ഷെ സ്വർഗത്തിൽ അവന് വലിയ പദവിയാ കിട്ടിയിരിക്കുന്നത് ഈ 6 സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, എന്നാലോ ഒരുപാട് ഇബാദത്ത് ചെയ്ത രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ, ഒരുപാട് ഇബാദത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അവന്റെ സ്വഭാവത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആർക്കും നല്ലത് പറയാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ടല്ലോ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരിച്ച ശേഷം അവന്റെ അയൽവാസി ഒരാളാണ് നല്ലത് പറയാൻ മുറിഞ്ഞു നിൽക്കുന്നതെങ്കിൽ, ഈ മനുഷ്യനെ പറ്റി ഏകദേശം അയൽവാസികളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്, അയൽവാസികളിൽ തരക്കേടില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു നിലവാരമുള്ള ഒരു മനുഷ്യൻ പറയാണ് ഈ മരിച്ച ആളെ പറ്റി അവൻ നല്ലതാണെന്ന് പറയാൻ ആ ഒരാളുള്ളൂ എങ്കിൽ പോലും സമൂഹത്തിൽ ഉദ്ധരിക്കപ്പെടാൻ യോഗ്യമായ വാക്കുകളുടെ ഉടമയാണ് അയാളെങ്കിൽ ആ ഒറ്റ ആളുടെ വർത്താനം മതി, ഈ മരിച്ച ആൾക്ക് സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം നമ്മെ കുറിച്ച് വിലയിരുത്തപ്പെടുക നമ്മൾ വലുതാണ് എന്ന് തോന്നുന്ന ആ ഭാഗത്താ. നമുക്ക് വലുതായി എന്ന് നമുക്കാണ് തോന്നിയാൽ പറ്റില്ല, അള്ളാഹുവിന് തോന്നണം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസത്തിൽ അത് സംസാരിക്കാൻ ധാരാളം ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ അതിലേക്ക് കടന്നു വരാം. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്ക തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും കുടുംബത്തിനും ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഹലാലായ മുറാദുകൾ നീ സഫലമാക്കണേ അല്ലാ. രോഗമുള്ളവർ, ചികിത്സയിൽ നിൽക്കുന്നവർ, ആശുപത്രികളിലുള്ളവർ, കോവിഡുമായി ബന്ധപ്പെട്ടവർ, ക്വാറന്റൈനിലിരിക്കുന്നവർ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും സ്നേഹവും നൽകണേ അല്ലാ. ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ എല്ലാ സുഹൃതങ്ങളും ഞങ്ങളിൽ നൽകണേ അല്ലാ.
സ്വഭാവ ശുദ്ധിയില്ലാത്ത ഭർത്താക്കന്മാരിൽ നീ നല്ല സ്വഭാവം നൽകണേ അല്ലാ. സ്വഭാവ ശുദ്ധിയില്ലാത്ത ഭാര്യമാരിൽ നീ നന്മ നൽകണേ അല്ലാ. പൊന്നാര മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവെ ഹജ്ജ് ഉംറ സിയാറത്തിനുള്ള ഭാഗ്യം നിഷേധിക്കല്ല തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകുക അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കാര്യങ്ങൾ. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശിനിയായ ഒരു സഹോദരി അവരുടെ ഭർത്താവിന്റെ സ്വഭാവദോഷത്തെ കുറിച്ച് പറഞ്ഞ് സങ്കടം പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ദീനിയായ കുടുംബത്തിലെ ഒരു സഹോദരി അവരുടെ ഭർത്താവിന് ഇടക്കാലത്ത് വന്നിരിക്കുന്ന മദ്യപാനം എന്ന് പറയുന്ന സങ്കടം പറഞ്ഞിട്ട് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു. റബ്ബേ, ഈ റജബിന്റെ വെളിച്ചം ആ സഹോദരന്റെ ഹൃദയത്തിൽ എത്തിക്കണേ അല്ലാ. അദ്ദേഹത്തെ നല്ല മനുഷ്യനാക്കണേ അല്ലാ. ആ സഹോദരിയുടെ സങ്കടം റബ്ബേ നീ കേൾക്കണേ അല്ലാ. അള്ളാഹുവെ, ആ സഹോദരിയുടെ കുടുംബത്തിൽ പ്രായം 27 അനിയത്തിക്കുട്ടിയുണ്ട്. ആ അനുജത്തിക്ക് നല്ലൊരു വിവാഹം വേണം, അതും സങ്കടമാണ്. അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ സഹോദരിക്ക് അനുയോജ്യമായ ഒരു ഇണയെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ വല്ലുപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെയും ഖബർ സ്വർഗമാക്കണേ അല്ലാ. തമ്പുരാനെ, അല്ലാഹുവേ, ആ വല്ലുപ്പാടെ കുടുംബത്തില് മക്കളിലും മരുമക്കളിലും ചെറിയ മക്കളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇത് വസിയത്ത് ഏൽപ്പിച്ച പൊന്നുമോള് വീട് പണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ, വീട് പണി നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇത് പറഞ്ഞ മോൾ അവരുടെ ഉമ്മാക്ക് സുഖമില്ല, കാലുമുട്ട് വേദന, നടുവേദന തുടങ്ങുന്ന പ്രയാസങ്ങള്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ നിന്നും ഒരു കുടുംബം ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിരിക്കുക. 2005 തുടങ്ങി അവരുടെ വിഷമങ്ങളാണ്. അതിനു മുമ്പ് ഉണ്ടാവാം. 2005 കിഡ്നി ഹാർട്ട് സംബന്ധമായ പ്രയാസങ്ങൾ സംഭവിച്ച കുടുംബനാഥൻ വല്ലാത്ത പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ അവരുടെ ചികിത്സ ഒന്നരാടം ഡയാലിസിസ് ചെയ്യാൻ 15 വർഷമായിട്ട്. അല്ലാഹുവേ, അവർക്ക് നീ അതിനുള്ള ക്ഷമയും എല്ലാ നിലക്കുമുള്ള താല്പര്യവും മനസ്സിൽ കുറയാത്ത രീതിയിൽ റബ്ബേ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. സഹോദരന് വേണ്ടി 15 വർഷം ഒന്നരാടം ഡയാലിസിസ് ചെയ്യുക. അവരുടെ കച്ചവടത്തിന് ലൈസൻസ് കിട്ടണം, സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാനുള്ളതാണ്. അല്ലാഹുവേ, ആ സഹോദരൻ ഹജ്ജിന് ആഗ്രഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കഴിഞ്ഞ 15 വർഷമായി ഒന്നരാടമുള്ള ദിവസം, ഒന്നിടവിട്ട ദിവസം ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗിയും ഹാർട്ട് പേഷ്യന്റുമായ ആ സഹോദരന് വലിയ കൂലി കൊടുക്കണേ അല്ലാ. ആ രോഗത്തിന്റെ അവസ്ഥയിലും ഹജ്ജ് ചെയ്തിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരന്റെ ആഗ്രഹം സഫലമാക്കണേ അല്ലാ. ആ കുടുംബത്തിന് ആശുപത്രിയിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട്. അള്ളാഹു അവരുടെ കച്ചവടത്തിന്റെ ലൈസൻസ് കിട്ടിയിട്ടില്ല. സാമ്പത്തികമായി അവരെ നീ തളർത്തല്ലേ അല്ലാ. മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ആ ഉപ്പാനെ നോക്കുന്നോടത്ത് ആർക്കും നീ ക്ഷമ നശിക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. കിഡ്നി സംബന്ധമായും ഹാർട്ട് സംബന്ധമായും അദ്ദേഹം അനുഭവിക്കുന്നത് എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. കുവൈത്തിൽ നിന്നും ഒരു സഹോദരി അവരുടെ വിസ അടിക്കാൻ വൈകുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അവർക്ക് മക്കളില്ല, മക്കളെ നൽകണേ അല്ലാ. കോഴിക്കോട് സ്വദേശിനിയാണ് തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് ഗർഭം ധരിക്കാനുള്ളതായ അവസ്ഥയും അതിനുള്ള എല്ലാ രീതിയിലുമുള്ള സൗഖ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. കണ്ണൂർ തലശ്ശേരിയിൽ നിന്നും ഒരു സഹോദരി ദുആക്ക് വസിയത്ത് ലഭിച്ചിരിക്കുന്നു. കടം ഉണ്ടവർക്ക് അല്ലാഹുവേ കടം വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും ആയിഷ എന്നു പേരുള്ള ഒരു സഹോദരി, ഭർത്താവിന്റെ കടം, അതുപോലെ തന്നെ മകൾക്ക് കുട്ടികളില്ല. റബ്ബേ, നീ തൗഫീഖ് നൽകല്ലാ. ഭർത്താവിന്റെ കടം വീട്ടണേ അല്ലാ. മകൾക്ക് കുട്ടികൾ നൽകണേ അല്ലാ. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും കടമുണ്ട് ഒരു കുടുംബം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, നീ കടം വീട്ടി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ കടങ്ങളും നീ വീട്ടണേ അല്ലാ. അതുപോലെ തന്നെ സിഹർ സംബന്ധമായ ബുദ്ധിമുട്ട് ആ കുടുംബത്തിലുണ്ട്. റബ്ബേ, നീ എല്ലാം മാറ്റി കൊടുക്കണേ അല്ലാ. മലപ്പുറം
മലപ്പുറം ജില്ലയിൽ നിന്നും ഫാത്തിമ എന്നൊരു സഹോദരി മകൾക്ക് കല്യാണം കഴിഞ്ഞ് 7 വർഷമായി കുട്ടികളില്ല. ഭർത്താവിന്റെ കൂടെ നിലവിലെ ഈ മകൾ 1.5 വർഷമായിട്ട് ജിദ്ദയിലുണ്ട്. തിരിച്ചു വരാനായിരിക്കുന്നു. ഇതുവരെ വിശേഷമായിട്ടില്ല. അല്ലാഹുവേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, പുണ്യമാക്കപ്പെട്ട മണ്ണിലാണല്ലോ ആ പെങ്ങൾ പോയിരിക്കുന്നത്. റബ്ബേ, 7 വർഷമായി കുട്ടികളില്ല. നാട്ടിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ഗർഭാവസ്ഥയിൽ ഒരു സന്തോഷത്തിന്റെ നാമ്പെടുക്കണമല്ലാ. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളെ നൽകണേ അല്ലാ. കോതമംഗലം അടിവാട് നിന്നും റോഷൻ എന്ന് പറയുന്ന മോന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ് ആ കുട്ടിയുടെ ഉമ്മ 313 ഫാത്തിഹയൊക്കെ ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നല്ല വിജയം കൊടുക്കണേ അല്ലാ. പഠനത്തിൽ ബർക്കത്ത് കൊടുക്കല്ല. ഗുരുത്വവും പൊരുത്തവും കൊടുക്കണേ അല്ലാ. നല്ല ഫഹ്മ് കൊടുക്കണേ അല്ലാ. അഖ്ല് കൊടുക്കണേ അല്ലാ. അദബ് നൽകണേ അല്ലാ. നല്ല ഭാവി നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മക്കൾക്കും പഠനത്തിലും ജോലിയിലും ഒക്കെ നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ 9 വർഷമായ ഒരു ചെറിയ മോള് തൈറോയിഡിന്റെ ഹോർമോൺ കുറവുള്ളതിന്റെ പേരിൽ തൈറോയിഡിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. നോർമൽ ആവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. റബ്ബേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ശരീരത്തിൽ വന്നിരിക്കുന്ന പ്രയാസം മാറ്റി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. രോഗത്തിൽ നീ ശമനം കൊടുക്കണേ അല്ലാ. മലപ്പുറം കീഴ്ശേരിയിൽ നിന്നും മകൾക്ക് കല്യാണം വരാൻ ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകല്ല. ആ മകളുടെ കല്യാണ സംബന്ധമായിട്ട് ഈ പഠനവേദിയിൽ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു കേസ് മുന്നിൽ വന്നപ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞു. ഖൈറാണെങ്കിൽ അടുപ്പിക്കാൻ. അത് ഒഴിഞ്ഞു പോയത് വലിയ നേട്ടമായി കാണുന്നു. അല്ലാഹുവേ, ഒരു വലിയ പരീക്ഷണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അല്ലാഹുവേ, എന്നാൽ ഇനി ഖൈറായ ഒരു ബന്ധം അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഉമ്മ വല്ലാത്ത സങ്കടത്തിൽ ആ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, ഖൈറായ ബന്ധം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മകൻ സയ്യിദ് മിസ്ബാഹിന് +2 പരീക്ഷ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ എല്ലാ നിലക്കുമുള്ള ഖൈർ നൽകല്ല. ഓർമ്മശക്തിയും നല്ല മാർക്കും വിജയിക്കാനുമുള്ള ഭാഗ്യവും നല്ല ഭാവിയും നൽകണേ അല്ലാ. കാസർഗോഡ് നിന്നും ഒരു സഹോദരി ദുആ ചെയ്യാൻ. റബ്ബേ, നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പ്രസവിച്ച മകൾക്കും കുട്ടിക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. റബ്ബേ, ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം നൽകണേ അല്ലാ. എല്ലാ നിലക്കുമുള്ള റാഹത്ത് നൽകണേ അല്ലാ. 14 വർഷമായി തലക്കറക്കം എന്ന് പറയുന്ന ഒരു രോഗം, തലചുറ്റൽ എന്ന രോഗം റബ്ബേ ചികിത്സയിലാണ്. അല്ലാഹുവേ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ആർക്കാണ് ആ രോഗമെങ്കിലും റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. 14 വർഷം കൊണ്ട് നടക്കാത്തത് റബ്ബേ, ഈ പരിശുദ്ധമായ മാസത്തിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ അറിയാത്ത സഹോദരനോ സഹോദരിയോ ആർക്കാണെങ്കിലും റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്നും മക്കൾക്ക് പഠിക്കാനുള്ള ഓർമ്മശക്തിയും ബുദ്ധിയും താല്പര്യവും ഉണ്ടാവണം. ഇൽമു പഠിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ, നീ ആ മക്കളെ ഉഖറവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഉഖറവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ വെളിയങ്കോടിനടുത്ത് ഒരു സ്കൂളില് കുട്ടികൾക്ക് കോവിഡിന്റെ ടെസ്റ്റ് നടത്തി. കുറച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും ചെറിയ പ്രയാസമുണ്ട്. പലരും ക്വാറന്റൈനിലും ചികിത്സയിലും ഒക്കെയാണ്. ഒരു ടീച്ചർ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വല്ലാത്ത സങ്കടത്തിലാണ്. അല്ലാഹുവേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാ റബ്ബേ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ റബ്ബേ, ആ സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഒരു തടസ്സവും വരല്ലേ അല്ലാ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആവണമല്ല. ആ സഹോദരിക്ക് റബ്ബേ നീ നെഗറ്റീവാക്കി കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് സലാമത്ത് നൽകണേ അല്ലാ. തൊട്ടടുത്ത് നടക്കുന്ന ടെസ്റ്റ് റബ്ബേ സന്തോഷത്തിന്റെ ടെസ്റ്റായി റിസൾട്ട് വരണമല്ല. ആ സഹോദരിക്ക് മനസ്സിന് ധൈര്യം കൊടുക്കല്ല. അവരുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ജാമിഅ നൂരിയ പട്ടിക്കാട് കോളേജിൽ
കോളേജിൽ പഠിക്കുന്ന ഫൈസിയായി ഇറങ്ങേണ്ട മോന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ ഉഖറവിയായ വാഇദും മുദർരിസും ആലിമും ഒക്കെ ആക്കണേ അല്ലാ. നീ നല്ല ഫഹ്മ് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയയിലെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് അല്ലാഹുവേ മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള കോട്ടുമല ഉസ്താദ് അടക്കമുള്ള ഗുരുനാഥ പരമ്പരക്ക് അല്ലാഹുവേ റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പെരുമ്പാവൂരിൽ നിന്നും ഒരു സഹോദരി സിഹിർ ബാധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, മാനനഷ്ടം വരെ സംഭവിച്ചിരിക്കുന്നു. അല്ലാഹുവേ ആ സഹോദരിക്ക് ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. മഹാന്മാരുടെ ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ച് സമാധാനമുള്ള കുടുംബാന്തരീക്ഷം നൽകണേ അല്ലാ. അവർക്ക് വന്നിരിക്കുന്ന മാനഹാനിക്ക് റബ്ബേ തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടപ്പെട്ടവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു ഇവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. തൃശ്ശൂർ ജില്ലയിലെ പാലുവായി ഗുരുവായൂർ ഭാഗം, അവിടെ നിന്നും ഒരു സഹോദരി മക്കള് സാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ പറഞ്ഞിട്ടുണ്ട്, വീട് പണി പൂർത്തിയാവാൻ വേണ്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സ്വഭാവശുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാ. ഗുരുത്വമുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് എല്ലാ നിലക്കുമുള്ള സാമ്പത്തികമായ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ബന്ധത്തിൽ വീട് പണിയുന്നവരുണ്ട്, പണിയേണ്ടവരുണ്ട്, പണിതതിൽ കടമുള്ളവരുണ്ട്. റബ്ബേ സന്തോഷത്തിന്റെ എല്ലാ നിലക്കുമുള്ള റാഹത്തിന്റെയും കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. റബ്ബേ നല്ല വീട് വെക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ജീവിതം ഇസ്സത്തിലാക്കണേ അല്ലാ. മരണവും ഇസ്സത്തിലാക്കണേ അല്ലാ. ആയുസ്സും ആരോഗ്യവും നീ പൊരുത്തപ്പെട്ട വഴിയിൽ ദീർഘമാക്കി തരണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.